ഏവർക്കും നന്ദി, സ്വാഗതം, നമസ്കാരം, വെൽക്കം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം മരുന്ന്, മതം, മനുഷ്യത്വം. ആവർത്തിക്കട്ടെ: മരുന്ന്, മതം, മനുഷ്യത്വം. ഈ മൂന്ന് വാക്കുകൾ പരസ്പരം ബന്ധം പുലർത്തുന്നത് അവയുടെ ആദ്യ ശബ്ദം മ ആയതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ ഇത് തമ്മിൽ വ്യാപകമായ ബന്ധമുണ്ട്. ഇത് എത്ര പേരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെയും ശ്രദ്ധയിൽ ഇത് ഇരിക്കാനാണ് സാധ്യത. കാരണം നിങ്ങളേവരും ചിന്തിക്കുകയും അന്വേഷിക്കുകയും നിലവിലിരിക്കുന്ന ധാരണകൾക്ക് അപ്പുറത്ത് കടന്നു ചെല്ലുവാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്നവരാണ് എന്നത് തന്നെ. അതുകൊണ്ട് പൊതുവെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഇങ്ങനെയുള്ള സാധ്യതകളെ ഏവരുമൊത്ത് ചിന്തിക്കുന്നത് ഒരു പ്രത്യേക സന്തോഷം ഉളവാക്കുന്ന അവസ്ഥയാണ്. നമുക്ക് നമ്മുടെ വിഷയം മാത്രം കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകാം. ഏവർക്കും അറിയാവുന്നതുപോലെ പല വിധത്തിലുള്ള മരുന്നുകൾ, പല പാരമ്പര്യത്തിലുള്ള ചികിത്സാ രീതികൾ, ഡിഫറെൻറ്റ് ട്രഡീഷൻസ് ഓഫ് മെഡിക്കൽ പ്രാക്ടീസസ്, ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും യുനാനി ആണെങ്കിലും വർമാനി ആണെങ്കിലും ടിബറ്റൻ മെഡിസിൻ ആണെങ്കിലും അങ്ങനെ മറ്റും ലോകത്തിൽ എവിടെയൊക്കെ മനുഷ്യർ കൂട്ടം കൂട്ടമായി ഒരേ സ്ഥലത്ത് തന്നെ വസിച്ച് വന്നിരുന്നു, അവരൊക്കെയും അവരുടേതായ വിധത്തിൽ ചികിത്സാ സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചിലരൊക്കെ ആ അറിവിൽ അത് പ്രയോജനപ്പെടുത്തുന്നതിൽ മുൻപോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വൈവിധ്യമാർന്ന സാധ്യതകളുടെ ഒരു മേഖലയാണ് ആരോഗ്യം, അത് സംബന്ധമായിട്ടുള്ള ചികിത്സാ രീതികൾ. ഇവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഞാൻ മരുന്ന് എന്ന വാക്ക് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ അതിന് ആനുപാതികമായി മനുഷ്യർ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടോ കൂട്ടമായി സെറ്റിൽഡായിട്ട് അവരുടേതായ മതസമ്പ്രദായങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ചില കൂട്ടർ മതസംബന്ധമായ അന്വേഷണത്തിൽ വളരെ മുൻപോട്ട് പോയിട്ടുണ്ട്. ചിലർ അത്രമാത്രം മുൻപോട്ട് പോകുവാൻ ഒന്നിൽ കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അവരെ അനുവദിച്ചില്ല, അല്ലെങ്കിൽ അനുവദിച്ചിട്ടും അവരതിനെ കൂട്ടാക്കിയില്ല. നമുക്കറിയാം, ചില ചികിത്സാ രീതികൾ വളരെ അനേക സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഉളവായി. ചില ചികിത്സാ രീതികൾ താരതമ്യേന പിൽക്കാലത്താണ് ഉണ്ടായത്. ആധുനിക മെഡിസിൻ എന്ന് നാം പറയുമ്പോൾ തീർച്ചയായും അത് പ്രാചീനമായ ചികിത്സാ സമ്പ്രദായത്തെ അപേക്ഷിച്ച് വളരെയധികം വൈകിട്ടാണ് ഉദ്ഭവിച്ചത് എന്നതുകൊണ്ടാണ് നാം അതിനെ ആധുനിക ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. മറ്റതിനെ പ്രാചീനമായ സമ്പ്രദായം അല്ലെങ്കിൽ ഏൻഷ്യന്റ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് നാം പറയുന്നു. അപ്പോൾ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസം മനുഷ്യൻ ആരോഗ്യപരമായ ആവശ്യങ്ങളെ നേരിടുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത, ഡെവലപ്പ് ചെയ്തെടുത്ത ചികിത്സാ സമ്പ്രദായങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്, നമുക്കറിയാം. അത് തന്നെ നാം മതത്തിന്റെ മേഖലയിലും കാണുകയാണ്. ചില മതങ്ങൾ വളരെ പ്രാചീനമാണ്, ചില മതങ്ങൾ താരതമ്യേന പ്രായം കുറവാണ്, ചില മതങ്ങൾ ഏതാണ്ട് യുവത്വത്തിന്റെ അവസ്ഥയാണ്. ഇപ്പൊ സിഖ് മതത്തെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനേക്കാൾ പ്രായമുള്ളതാണ് ഇസ്ലാം മതം, അതിനേക്കാൾ പ്രായമുള്ളതാണ് ക്രിസ്തു മതം, അതിനേക്കാൾ പ്രായമുള്ളതാണ് യഹൂദ മതം.
ഏതാണ്ട് അതുപോലെ തന്നെ പ്രായം, ഒരുപക്ഷെ അതിനേക്കാൾ പ്രായം കൂടുതലുമാണ് ഹിന്ദുമതം. ഹിന്ദുമതത്തിൻ്റെ അകത്ത് ബുദ്ധമതമുണ്ടായി, ജൈനമതമുണ്ടായി, അങ്ങനെ പലവിധമായ സാധ്യത. മനുഷ്യർ എവിടെയൊക്കെ അന്വേഷിക്കുന്നു, അവരുടെ അവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തത്രപ്പെടുന്നു, അവിടെയൊക്കെ നൂതനമായ ആശയങ്ങളും സാധ്യതകളും പൊന്തിവരുമെന്നത് സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിക്കുന്നത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ തന്നെ പറയും. ഇപ്പം നമ്മുടെ ജീവിത രീതി തന്നെ നോക്കുമ്പോൾ 50 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ 2 കാറുകളെ ഉണ്ടായിരുന്നു, അംബാസിഡർ കാറും ഫിയറ്റ് കാറുകളും. ഇന്ന് നിങ്ങളിപ്പോൾ ഓടി നടന്ന് അന്വേഷിച്ചാൽ ഒരു അംബാസിഡർ കാറോ ഒരു ഫിയറ്റ് കാറോ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങളിൽ കാലം അതിൻ്റെതായ വ്യത്യാസങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണോ മോശമായ കാര്യമാണോ? അത് ഭൗതികമായ കാര്യത്തിൽ, ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിൽ നല്ലതാണ്. പക്ഷെ ആശയപരമായി, മതപരമായി, മനുഷ്യരുടെ അടിസ്ഥാന അവസ്ഥകളോടുള്ള ബന്ധത്തിൽ അത് മോശമാണ് എന്ന് നിർബന്ധിക്കുന്ന ഒരു സ്വഭാവമാണ്, ഒരു കാഴ്ചപ്പാട്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും വെച്ച് പുലർത്തുന്നത് എന്ന് പറയുമ്പോൾ അത് നമ്മെ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, ലോകത്തിൽ എവിടെയെങ്കിലും, ഏത് മൂലയിലുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് പട്ടണത്തിലുമായിക്കൊള്ളട്ടെ, ഒരു നല്ല ആശയം പിറന്നു വീണാൽ അത് മനുഷ്യരാശിക്ക് പ്രയോജനം ചെയ്യുന്നതാണ് എങ്കിൽ അതിനെ സ്വീകരിക്കുവാൻ ആരും മടി കാണിക്കുകയില്ല. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ വാക്സിൻ കണ്ടുപിടിച്ചു. ആ വാക്സിൻ എത്രമാത്രം വിശ്വസനീയമായിരുന്നു എന്നൊരു മറ്റൊരു വിഷയമാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചത് ഇംഗ്ലണ്ടിലായി, അല്ലെങ്കിൽ അമേരിക്കയിലായി, അല്ലെങ്കിൽ ഇന്ത്യയിലായി എന്നതുകൊണ്ട് ഇന്ത്യയോട് താല്പര്യമില്ലാത്തൊരു രാജ്യം, അല്ലെ അമേരിക്കയോട് അല്ലെങ്കിൽ ബ്രിട്ടനോട് താല്പര്യമില്ലാത്ത രാജ്യം പറയുകയില്ല. അവിടുത്തെ ജനം പറയുകയില്ല അത് അവിടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയുകയില്ല. ഞങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യം എവിടെ പിറന്നു വീണാലും ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന നിലപാട് മാത്രമേ നാം സ്വീകരിക്കാറ്. ഇത് ഭൗതികമായ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഭാരതത്തിൽ രാഷ്ട്രപ്രേമികളാണ് എല്ലാവരും. രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ നൽകാനായിട്ട് കൊതിച്ചു നിൽക്കുന്നവരാണ്, ദേശഭക്തരാണ്, പേട്രിയോട്ടിസം. ഇവരാരും ജീവിത സൗകര്യം വരുമ്പോൾ അവർ കൊട്ടിഘോഷിക്കുന്ന പുരാതന ഭാരതത്തിന്റെ സാമഗ്രികൾ മാത്രം ആശ്രയിച്ച് വസിക്കുന്നവരല്ല. പണ്ട് പുഷ്പവിമാനം ഉണ്ടായിരുന്നെന്നും ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു ഒക്കെ പറയുന്ന ആളുകൾ അന്നത്തെ ഇന്റർനെറ്റ് വെച്ചുകൊണ്ടല്ല, അന്നത്തെ പുഷ്പവിമാനത്തിലല്ല സഞ്ചരിക്കുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തന്നെ സഹസ്ര കോടികൾ വില വരുന്ന, 3000-ഓളം കോടി വില വരുന്ന ബോയിങ് 777 വിമാനത്തിലാണ് സഞ്ചരിക്കുന്നത്, പുഷ്പവിമാനത്തിലല്ല സഞ്ചരിക്കുന്നത്, നമുക്കറിയാം. അതുപോലെ പണ്ടത്തെ രഥത്തിൽ കയറിയല്ല നമ്മുടെ ഇന്ത്യൻ ആർമി യുദ്ധം ചെയ്ത്. ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് റഫേൽ വിമാനം വരുന്നു എന്നത് നമ്മുടെ ഒരു വലിയ ആവേശമായിരുന്നു. പുഷ്പവിമാനമല്ല നമ്മൾ കൊണ്ട് ആർമിക്ക് അല്ലെങ്കിൽ എയർഫോഴ്സിന് കൊടുത്ത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്നത് ഒരു വല്ലാത്ത സങ്കടം ജനിപ്പിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരട്ടെ എന്ന പ്രാർത്ഥന എന്ന വിധത്തിലാണ് ഞാൻ ചിന്തകളെ ഇവരുമായി പങ്കെടുത്തത്. ഇതേ അവസ്ഥ മതത്തിന്റെ മേഖലയിൽ നമ്മെ കൂടുതലായി ശല്യം ചെയ്യുന്ന വിധത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിലും ഇവയൊന്നും പരസ്പരം യോജിപ്പിച്ച് ഘടിപ്പിച്ച് ചിന്തിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വരുത്തി വെക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ തിരിച്ചറിയുന്നതിൽ നാം അനാസ്ഥ കാണിക്കുകയാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം പരാജയപ്പെടുകയാണ്. അപ്പോൾ നാം ചികിത്സാ സമ്പ്രദായത്തിലേക്ക് അല്പം ഒന്ന് മടങ്ങി വരുമ്പോൾ വിവിധ ചികിത്സാ സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണല്ലോ അവയെ സമ്പ്രദായങ്ങൾ എന്ന് നാം പറയുന്നത്. ഓരോന്നും മനുഷ്യന്റെ രോഗാവസ്ഥയും ആ രോഗാവസ്ഥയിൽ നിന്ന് വിമുക്തി പ്രാപിപ്പാൻ മനുഷ്യൻ അവലംബിക്കേണ്ട രീതിയെ പറ്റിയുമുള്ള ധാരണകൾ വ്യത്യസ്തമായിട്ടാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ചികിത്സാ സമ്പ്രദായം ദീർഘകാലമായി ഒരു ജനതയുടെ ആരോഗ്യ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പ്രതിവിധി എന്നോണം നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ അവയുടെ എല്ലാം ഉള്ളിൽ മനുഷ്യർക്ക് പ്രയോജനം നൽകുന്ന ചില ആശയങ്ങൾ ഉദിച്ചു വന്നിട്ടുണ്ട്.
ഇപ്പോൾ നാം ഇന്ത്യൻ ട്രഡീഷനായിട്ടുള്ള ആയുർവേദ, ഭാരതത്തിൻ്റെ അഭിമാനമായ ആയുർവേദ എന്ന ആശയം ലൈഫ് സയൻസ് ആണ്. ആയുർ ലൈഫ്, വേദ നോളജ്. അപ്പോൾ ജീവനെ പറ്റി, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി, അത് ആരോഗ്യത്തോട് നിലനിർത്തുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിനും വേണ്ടി മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട അറിവുകളുടെ സമാഹാരമാണ് ആയുർവേദ. അതിൻ്റെ സമീപനം ആധുനിക മെഡിസിൻ, വെസ്റ്റേൺ മെഡിസിൻ്റെ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, യാതൊരു സംശയമില്ല. ഇപ്പോൾ ആയുർവേദയിൽ വാക്സിനേഷൻ ഇല്ല, വെസ്റ്റേൺ മെഡിസിൻ വാക്സിനേഷൻ ഉണ്ട്. ആയുർവേദയിൽ ഇന്ന വൈറസിനെ, ബാക്ടീരിയയെ, ഫംഗസിനെ വെടിവെച്ച് കൊല്ലണം, അതിന് തക്കതായ അറിവോ ആയുധങ്ങളോ ഇല്ല. അത് മോഡേൺ മെഡിസിനിലുണ്ട്. ആയുർവേദയിൽ മോഡേൺ മെഡിസിനിലുള്ള പോലെയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ടൂൾസ് ഇല്ല. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇവയുടെ എല്ലാം ലക്ഷ്യം ഒന്നാണ്. അതെന്താണ്? കഴിയുന്നിടത്തോളം ഒരു വ്യക്തിയെ പ്രവർത്തനക്ഷമമാക്കി നിലനിർത്തുക, സന്ധിക്കുക എന്നതാണ്. അല്ലാതെ ആരെയെങ്കിലും മരിക്കാതെ അമർത്യതയിലേക്ക് പ്രവേശിപ്പിക്കാൻ പര്യാപ്തമായ ഏതെങ്കിലും ഒരു മെഡിക്കൽ സമ്പ്രദായം ഈ ഭൂമിയുടെ പരപ്പിൽ പിറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായിരുന്നില്ല ലക്ഷ്യം, അതാകുകയുമില്ല. എന്നാൽ ജീവിച്ചു നിൽക്കുന്നിടത്തോളം കാലം ഏറ്റവും നല്ല വിധത്തിൽ പ്രവർത്തനക്ഷമമായി മറ്റുള്ളവർക്ക് ഭാരമില്ലാതെ സ്വയത്തിന് ഭാരമാകുക, അത് എങ്ങനെ നാടുകൾ കഴിക്കാം എന്ന അന്വേഷണം മാത്രമാണ്. അതെല്ലാ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പൊതു ഘടകം അതാണ്. ആ തലത്തിൽ നോക്കുമ്പോൾ ഇവയെല്ലാം ഒന്നാണ്. എന്നാൽ അതേസമയം ഇതിൻ്റെ ഓരോ കൃത്യമായ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ തുലവും വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മോഡേൺ മെഡിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ പ്രത്യേകത എടുത്ത് കാണിക്കുകയും ആയുർവേദത്തെ ആരാധിക്കുന്ന ആളുകൾ അതിൻ്റെ പ്രത്യേകത എടുത്ത് കാണിക്കുകയും ടിബറ്റൻ മെഡിസിൻകാരും ഹോമിയോക്കാരും അപ്പൊ അങ്ങനെ വരുമ്പോൾ വിവിധ ചികിത്സാ പാരമ്പര്യത്തെ അനുഗമിക്കുന്നതിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം ശത്രുതയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഓരോ സമ്പ്രദായവും പരിഗണിച്ച് അതിൽ മനുഷ്യർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ആശയങ്ങൾ എന്താണ്, ഇവയെ ക്രോഡീകരിച്ച് എല്ലാറ്റിൻ്റെയും നന്മ ഉൾക്കൊള്ളുകയും എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്ന പരിമിതികൾ അതിജീവിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നൂതനമായ ആരോഗ്യ വീക്ഷണവും അതിനെ ആസ്പദമാക്കിയുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് മനസ്സിലായി. ഇപ്പം മോഡേൺ മെഡിസിൻ, പാശ്ചാത്യ ചികിത്സാ സമ്പ്രദായം, ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അതാണ് പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മൾ ചില ഭവനങ്ങളെങ്കിലും പണ്ട് അമ്മമാർക്കറിയാവുന്ന പച്ച മരുന്ന് പ്രയോഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇല്ല എന്ന് ഇപ്പോൾ എനിക്ക് ചുമ വരുമ്പോൾ ഞാൻ ഇന്നും ആശ്രയിക്കുന്നത് വെളുത്തുള്ളിയാണ്. എനിക്ക് ഉദരസംബന്ധമായ സ്റ്റമക്ക് പലപ്പോഴും ഒക്കെ പ്രശ്നം വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഏക മരുന്ന് ഇഞ്ചിയും നാരങ്ങയും ഇട്ട് ചായ ഉണ്ടാക്കി കുടിക്കുക എന്നത് മാത്രമാണ്. ഞാൻ ഒരു വെസ്റ്റേൺ മെഡിസിനും ഉപയോഗിക്കാറില്ല. അതേസമയം ഇപ്പോൾ കലശലായ എന്തെങ്കിലും രോഗം വന്നു, ബ്രെയിൻ ട്യൂമർ വന്നു, ഉടനെ വെളുത്തുള്ളി തിന്നാൽ ശരിയാവും ഞാൻ വിചാരിക്കുന്നില്ല. ഉടനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ പോകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്നും നമ്മുടെ ഇടയിൽ പണ്ട് അമ്മമാർക്കറിയാവുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. അതിനൊന്നും യാതൊരു വിലയുമില്ല എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള ഒരാൾക്ക് അത് സമ്മതിക്കാൻ പ്രയാസമാണ്. എനിക്ക് ഉദരസംബന്ധമായ അസ്വസ്ഥത വന്നാൽ, എനിക്ക് നന്നേ ചുമ വന്നാൽ ഓടിപ്പോയി മരുന്ന് ഷാപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസവും പ്രയോജനവും നൽകുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല.
ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, എല്ലാ സമ്പ്രദായത്തിലും അതിൻ്റെതായ അറിവുകളും നന്മകളും ഉണ്ട്. അവയെ ഒന്ന് ക്രോഡീകരിച്ച് ഒരു സമഗ്രമായ ദർശനത്തിൽ കൂടെ മനുഷ്യർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു ആരോഗ്യ ദർശനം, ഹെൽത്ത് വിഷൻ ഉണ്ടാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. അതുപോലെ തന്നെയാണ് മതങ്ങളുടെ കാര്യം വരുന്നത്. എല്ലാ മതങ്ങളിലും അതിൻ്റെതായ വെളിച്ചവും അതിൻ്റെതായ നന്മയും അതിൻ്റെതായ സത്യവും അതിൻ്റെതായ അസത്യവും ഇരുട്ടും മണ്ടത്തരവും ഉണ്ട്, യാതൊരു സംശയവുമില്ല. കാരണം മനുഷ്യൻ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാറ്റിന്മേലും അവന്റെ പരിമിതികൾ പിടിച്ചിട്ടുണ്ട്, അത് മലീമസമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മതങ്ങൾ പരസ്പരം മത്സരിക്കുന്നതിനേക്കാൾ ഒരു മതം മറ്റതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്നും, അല്ല എൻ്റെ മതം മാത്രമേ മതമുള്ളൂ, ബാക്കിയെല്ലാം കള്ളമാണ്, അല്ല ബാക്കിയെല്ലാം അന്ധകാരമാണ്, അത് വിശ്വസിക്കുന്നവരെല്ലാവരും നരകത്തിൽ പോകും എന്ന് പറയുന്നതിനേക്കാൾ ചരിത്രപരമായ സത്യം എന്താണ്? നാം മരുന്ന് അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായത്തിൽ കണ്ടതുപോലെ ഇപ്പൊ ടിബറ്റൻ മെഡിസിൻ നോക്കുമ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് മെത്തേഡുമില്ല. എങ്ങനെയാണ് ഒരു ഡോക്ടർ ഒരു രോഗിയുടെ രോഗം കണ്ടുപിടിക്കുന്നത്? പൾസ് മാത്രം പിടിച്ച് അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ടാണ് പറയുന്നത് നിന്റെ രോഗം ഇതാണ് ഇതാണ് ഇതാണ്, അങ്ങോട്ടൊന്നും പറയേണ്ട കാര്യമേ ഇല്ല. അത് ആ ഒരു തരത്തിൽ അറിവ് വർദ്ധിപ്പിച്ചെടുക്കാൻ കുറെ പണിപ്പെടേണ്ടി വരും. അതൊന്നുമില്ല. നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നോളജി ഇപ്പോഴുള്ളത് കൊണ്ട് ഈ ക്ലേശമേറിയ ടെക്നിക്ക് ഉപയോഗിക്കാതെ വളരെ അനായാസം ചെയ്യുക. പക്ഷെ അതിന്റെ ഭാരം രോഗി വഹിക്കേണ്ടി വരും. ഇപ്പം ടിബറ്റൻ ഡോക്ടറെ അടുത്ത് അദ്ദേഹം പൾസ് പരിശോധിച്ചിട്ട് നിന്റെ രോഗം ഇതാണ്, അതിന്റെ ചികിത്സ ഇതാണെന്ന് പറയുമ്പോൾ അതിന് ചിലവൊന്നുമില്ല. അതേസമയം നിങ്ങളൊരു ആശുപത്രി ചെന്നിട്ട് തലവരോണ്ടി ചെന്നാൽ ഉടനെ കാറ്റ് സ്കാനായി, പെറ്റ് സ്കാനായി, പിന്നെ 10 തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റായി, യൂറിനായി, സ്റ്റൂളായി, അങ്ങനെ മറ്റും ഇൻവെസ്റ്റിഗേഷൻ വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ 70,000 രൂപ ഗോപി വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരു വലിയ സന്തോഷമാണ്. ഞാൻ അനേക വിധത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വിധേയമായിട്ടുള്ള, അതുകൊണ്ടൊന്നും എനിക്ക് വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് എൻ്റെ സത്യം അതാണ്. നിങ്ങളുടെ അനുഭവം വ്യത്യസ്തമാണെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. വളരെയധികം ഇൻവെസ്റ്റിഗേഷൻ ചെയ്തത് കൊണ്ട് നല്ല ചികിത്സ ലഭിക്കുമെന്ന് ആളുകൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും അസ്ഥാനത്താണ് എന്ന് ഞാൻ സമയത്ത് അനുഭവത്തിന്റെ വെളിച്ചത്തിലൊന്ന് സാക്ഷീകരിച്ചുകൊണ്ട്. ഇനി നാം മതത്തിലേക്ക് വരുമ്പോൾ, ഞാൻ കുറഞ്ഞ പക്ഷം എൻ്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ഒരു 30-35 വർഷങ്ങളിൽ ക്രിസ്തു മതത്തിൽ മാത്രമേ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമേ നന്മയുള്ളൂ, അവർ പറയുന്നത് മാത്രമാണ് സത്യം, അതിനപ്പുറത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ല. ഞാൻ യേശുവിന്റെ പഠിപ്പികളെ പറ്റി അല്ല പറയുന്നത്. ക്രിസ്ത്യാനികൾ പറയുന്നതും യേശു പറഞ്ഞതും തമ്മിൽ വലിയ 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 അന്തരമുണ്ട് എന്ന് ഞാൻ അനേക വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ്. യേശു എന്ന മാനദണ്ഡം കൊണ്ട് ക്രിസ്ത്യാനികളെ അളന്നാൽ എന്താണ് പരിണത ഫലമെന്ന് നിങ്ങൾ അങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പൊ ക്രിസ്ത്യാനികൾ പറയുന്നതെല്ലാം നല്ലതാണ്, അവർ പറയുന്നത് മാത്രമേ സത്യമുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം അന്ധകാരത്തിൽ കഴിയുന്നു, അവരെല്ലാം നരകത്തിൽ പോകുന്നു എന്ന് വിചാരിച്ച് വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ലോക യാഥാർത്ഥ്യങ്ങളോട് കുറച്ചുകൂടെ അടുക്കുവാനും കുറെ കൂടെ വസ്തുനിഷ്ഠമായി മനുഷ്യന്റെ അവസ്ഥകളെയും ചരിത്രത്തെയും വിവിധ സംസ്കാരങ്ങളെയും മനസ്സിലാക്കുവാനും അനേക രാജ്യങ്ങളിൽ സഞ്ചരിപ്പാനും വളരെയധികം വായിപ്പാനും ധ്യാനിപ്പാനും തുറന്ന മനസ്സോടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാനും ഇടയായതിൻ്റെ ഫലമായി ഇത് വെറും അർത്ഥശൂന്യമായ ഒരു മുൻവിധിയായി ഞാൻ മനസ്സിലാക്കുകയും കഴിയുമെങ്കിൽ കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ ആത്മാർത്ഥമായി നടത്തിയ അന്വേഷണങ്ങളിൽ കൂടെ പൊന്തി വന്ന വെളിച്ചം, അറിവ്, നന്മ അത് എവിടെ നിന്നായാലും പ്രാപിപ്പാൻ എനിക്ക് ആവശ്യവും അവകാശവുമുണ്ട് എന്ന അടിസ്ഥാന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും വിടുതലുമാണ് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അത് അങ്ങനെ ചെയ്തത് കൊണ്ട് എൻ്റെ ആരാധ്യപുരുഷനായ യേശുക്രിസ്തുവിനോടുള്ള എൻ്റെ വിധേയത്വത്തിന് ഏതെങ്കിലും വിധത്തിൽ കോട്ടം സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അത് കുറച്ചുകൂടെ സ്പഷ്ടമാകുകയും കൂടുതൽ വേരോട്ടം ഉണ്ടാകുകയും ചെയ്തു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം.
ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ അജ്ഞതയാണ് ഏറ്റവും വലിയ ആശ്വാസം എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ള ഒരു മതത്തെ പറ്റിയും ഒരു സംസ്കാരത്തെ പറ്റിയും യാതൊരു അറിവുമില്ല. അറിവ് പ്രാപിക്കുന്നത് പാപമാണ്, അപകടമാണ് എന്ന പഠിപ്പീരിന് ഇരയായിട്ട് നാം കഴിയുകയാണ്. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് നാം നാളിതുവരെ കൈവരിച്ചിട്ടുള്ളത് എന്നതിനെപ്പറ്റി വസ്തുനിഷ്ഠമായി നാം ചിന്തിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ഈ ആശയം കൂടെ പോയി നിർത്താൻ പോവുകയാണ്. നമുക്ക് ക്രിസ്തു മതത്തെ പറ്റി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മാർഗത്തെ പറ്റി അല്പം പോലും വിവരമില്ലാത്തതിൻ്റെ ഒരു കാര്യം, നാം ഈ സഭയുടെ ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് അന്വേഷണ ബുദ്ധിയോടെ ക്രിസ്തുവിന്റെ മാർഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരംശത്തെ പോലും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആത്മധൈര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ആണിക്കല്ല് അജ്ഞതയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ആത്മധൈര്യത്തിന്റെ ആണിക്കല്ല് അജ്ഞതയാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അത് എത്രയോ ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നാം യേശുവിൻ്റെ മാർഗം എന്ത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ആശയം നിങ്ങൾ ദയവായി പരിഗണിക്കണം. നാം അതിനപ്പുറത്ത് കടന്നേ മതിയാകുകയുള്ളൂ. അത് എൻ്റെ ആശയമല്ല, അത് യേശുവിൻ്റെ ആശയമാണ്. ഞാനത് അപ്രകാരം അവതരിപ്പിച്ചു കൊള്ളട്ടെ. നമുക്കൊരു ഉദാഹരണമായിട്ട്, ഒരേ ഒരു ഉദാഹരണം, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മുടിയനായ പുത്രൻ്റെ ഉപമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് യേശു പഠിപ്പിച്ച ഉപമയാണല്ലോ. അവിടെ രണ്ട് സമീപനങ്ങളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ട് ആൺമക്കളുണ്ട്. ആ രണ്ടുപേരുടെയും രണ്ട് സമീപനമാണ്. മൂത്ത മകൻ അപ്പൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു. ഇളയ മകൻ ഭവനം ഉപേക്ഷിച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി. അവൻ വിധമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി. അവൻ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പല പല കാര്യങ്ങൾ, അനുഭവങ്ങൾ, അപകടങ്ങൾ, നാശനഷ്ടങ്ങൾ, അവയൊക്കെയും ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. പക്ഷെ അതിൻ്റെ ഫലമായി അവൻ ചില കാര്യങ്ങൾ അവൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി തിരിച്ചറിഞ്ഞു. അതെന്താണ്? എൻ്റെ ഭവനം എന്നാൽ ഇതാണ്, അതിൻ്റെ വില ഇതാണ്, എൻ്റെ ഭവനം ഇതല്ല, അങ്ങ് ദൂരെയാണ് എൻ്റെ അപ്പൻ വസിക്കുന്ന ഇടമാണ് എൻ്റെ ഭവനം, അതിൻ്റെ വില ലോകത്തിലുള്ള മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് കണ്ടുപിടിച്ചത് ഈ നഷ്ടപ്പെട്ടു പോയി എന്ന ലേബൽ ഒട്ടിച്ചിരിക്കുന്ന ഈ മകനാണ്. അതേസമയം അപ്പൻ്റെ കാൽക്കീഴ്ചുവട്ടിൽ നിന്ന് മാറാതെ അവിടെ തന്നെ തങ്ങി നിന്ന ആ മകന് അപ്പൻ്റെ മാഹാത്മ്യമോ ഭവനത്തിൻ്റെ നന്മയോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത് യേശുവിൻ്റെ ഉപമയാണ്. നിങ്ങളത് വായിച്ചാൽ മനസ്സിലാകും. യേശുവിൻ്റെ ചിന്തയുടെ വലിയ 2000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട ചില വശങ്ങളിൽ ഒന്നിതാണ്. സ്വന്തം ഭവനം യഥാർത്ഥത്തിൽ പ്രാപിക്കുവാൻ ആ യുവാവിന് ഭവനം ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. കാരണം ഉപേക്ഷിച്ചാൽ മാത്രമേ അന്വേഷിച്ച് തൻ്റെതായ വിധത്തിൽ ഭവനം എന്താണ്, ഭവനം ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഉപേക്ഷിക്കുക എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നശിപ്പിച്ചു കളയുക എന്നല്ല, അതിനപ്പുറത്തേക്ക് പോകുക. അതുകൊണ്ടാണ് നിങ്ങൾ യേശുവിൻ്റെ ദർശനം നോക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ എന്തിനാണ് വിളിച്ചത് എന്ന മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലൂടെ എന്താണ്? അവൻ അവന്റെ 12 ശിഷ്യന്മാരെ അവനോട് കൂടെ ഇരിപ്പാനും അവരെ അയക്കാനുമായി വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ യേശുവിനോട് കൂടെ ആയിരിക്കണമെങ്കിൽ അയക്കപ്പെടണമെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ ഇത് രണ്ടും ഒരേ സമയത്ത് മനസ്സിലാക്കാനുള്ള ത്രാണി ക്രിസ്ത്യാനിക്കില്ല. കാരണം അവന് ലഭിച്ചിരിക്കുന്ന മതപരമായ പരിശീലനം വളരെ വളരെ ഉപരിപ്ലവമായതുകൊണ്ട് സങ്കീർണമായ ഇപ്രകാരമുള്ള ആത്മീയമായ അവസ്ഥ എപ്പോഴും ഇപ്രകാരം തന്നെയാണ്. ഇങ്ങനെ അല്ലാതെ മറ്റൊരവസ്ഥ ആത്മീയതയിലില്ല. സത്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മീയമായ അവസ്ഥകളെ അതിൻ്റെ യഥാർത്ഥ കോംപ്ലക്സിറ്റിയിൽ, ആഴത്തിൽ മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനിക്ക് ത്രാണിയില്ലാതെ പോകുന്നത് അവന് ലഭിച്ചിട്ടുള്ള പരിശീലനം കൊണ്ടാണ്.
ഭവനത്തിന് അപ്പുറത്ത് കടന്നെങ്കിൽ മാത്രമേ ഭവനത്തെ യഥാർത്ഥത്തിൽ നിന്ന് കാണുവാനും സ്വന്തം അന്വേഷണത്തിൽ കൂടെ മനസ്സിലാക്കി അത് വീണ്ടും യഥാർത്ഥത്തിൽ അതിൻ്റെ ആത്മാവിലും അർത്ഥത്തിലും പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ ആ ഉന്നതമായ അത്ഭുതകരമായ ദർശനം, ആശയം, തിരിച്ചറിവ് പ്രാപിപ്പാനുള്ള കെൽപ്പ് ക്രിസ്ത്യാനിക്കില്ല. ഇപ്പോൾ നമ്മുടെ ആത്മീയ ഭവനവും നാം കരുതുന്ന നമ്മുടെ ഓരോരോ സഭകൾ, ആ സഭകളുടെ വേലിക്ക് അപ്പുറത്തേക്കൊന്ന് നോക്കിയാൽ പിന്നെ അവിടെ നടക്കുന്ന പുക്കാര് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന വിഭാഗീയ സഭയുടെ ആ വേലിക്ക് അപ്പുറത്തേക്ക് നോക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. ഇതിന്റെ പേര് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അടിമത്വം എന്നാണ്. അപ്പൊ ഈ അടിമത്വമാണ് വിശ്വാസം എന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. തൽഫലമായി നിങ്ങളോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കൊച്ചുമക്കളോ ഒരിക്കലും വളരുകയില്ല. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ചെറിയ പുസ്തകമുണ്ട്, നിങ്ങളത് ഒക്കുമെങ്കിൽ വായിക്കാം. ദ എൻഡ് ഓഫ് ആൻ ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ദ എൻഡ് ഓഫ് ആൻ ഇല്യൂഷൻ, സിഗ്മണ്ട് ഫ്രോയിഡ്. അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 60-70 പേജസ് മാത്രമേ ഉള്ളൂ. നിങ്ങളത് വായിക്കണം. അതിനകത്ത് അദ്ദേഹം പറയുന്ന പല ആശയങ്ങളിലൊന്ന്, ഞാൻ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ സ്വീകരിക്കുന്ന ആളല്ല. സിഗ്മണ്ട് ഫ്രോയിഡ് മതത്തിനെതിരാണ്, ഞാനും മതത്തെ വിമർശിക്കുന്നയാളാണ്. പക്ഷേ മതത്തിന് അതീതമായി വർദ്ധിക്കുന്ന ആത്മീയത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്ത വളരെ വളരെ ആവശ്യം, മറ്റെല്ലാം പോയാലും നഷ്ടപ്പെട്ടു പോകരുതാത്ത വെളിച്ചമാണ് ആത്മീയത എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൂടുതലും സിഗ്മണ്ട് ഫ്രോയിഡിനേക്കാൾ കാൾ യുങ്ങിന്റെ ആശയത്തോടാണ്, ദർശനത്തോടാണ് ഞാൻ പറ്റിച്ചേർന്ന് നിൽക്കുന്നത്. അതിലുപരി നസ്രേനായ യേശുവിന്റെ ദർശനമാണ് അതെന്റെ ദർശനമാണെന്ന് അവകാശപ്പെടാൻ ഞാൻ ആളല്ല. എങ്കിലും അതിനോട് കഴിയുന്നത്രയും അടുത്ത് ചെല്ലുവാനും മനസ്സിലാക്കുവാനും കഴിയുമെങ്കിൽ അതിലൊരു അംശമെങ്കിലും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി പറയുമ്പോൾ ഞാൻ അദ്ദേഹം പറയുന്ന എല്ലാം സ്വീകരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് അങ്ങനെയല്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മതത്തെ നിങ്ങളുടെ മക്കളുടെ മേൽ അവർക്ക് ചിന്താശക്തി ഉദിക്കുന്നതിന് മുമ്പ് അടിച്ചേൽപ്പിക്കുമ്പോൾ അവരോട് ചെയ്യുന്ന ദ്രോഹം വളരെ വലുതാണ്. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാതെ അവരുടെ തലച്ചോറിനെ മന്ദബുദ്ധികളാക്കുന്ന ഒരു സ്വാധീനം നിങ്ങൾ മാതാപിതാക്കന്മാർ നിങ്ങളുടെ മക്കളിൽ ചെലുത്തുന്നുണ്ട് എന്ന് അദ്ദേഹം ഒരു താക്കീത് തരുന്നുണ്ട്. അതിൽ അർത്ഥമുണ്ട് എന്ന് 45 വർഷം വിദ്യാഭ്യാസ മേഖലയിൽ അധ്വാനിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും. നിങ്ങളുടെ മക്കൾ കൂടുതൽ മതപരമായ താല്പര്യമുള്ളവരാകുമ്പോൾ അത്രയും അവരുടെ ബുദ്ധി വികസനം മന്ദിച്ചു പോയി എന്ന് വിചാരിച്ചാൽ മതി. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും സഭാ വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ മന്ദബുദ്ധികൾ തന്നെയാണ്. അവരുടെ അനുയായികളായ ദാസന്മാരായി നിൽക്കുന്ന പുരോഹിതർ മുഴുവനും മന്ദബുദ്ധികളാണ്. അവരെന്തൊക്കെ പറഞ്ഞാലും പൊതുവായ അനുഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ മന്ദബുദ്ധികൾക്ക് മാത്രമേ ഈ ഒരു സംവിധാനത്തിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇതേ സംവിധാനത്തിൽ 30-35 വർഷം ശ്വാസം മുട്ടി നിന്ന എനിക്ക് ആത്മാർത്ഥമായി സാക്ഷീകരിക്കാൻ കഴിയും. ഇത് മനുഷ്യരാശിയോട് ചെയ്തൊരു അപരാധമാണ്. അതേസമയം ഞാൻ യേശുക്രിസ്തുവിലേക്ക് എൻ്റെ കണ്ണ് അയക്കുമ്പോൾ, എൻ്റെ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അത്ഭുതം കൊണ്ട് എൻ്റെ ഉള്ള് നിറയുകയാണ്. ഇത്രമാത്രം ബുദ്ധി വികസനത്തിന് പ്രാധാന്യം നൽകിയ മറ്റൊരു ചിന്തകനുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ അതേ യേശുവിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നടിക്കുന്ന ഈ സഭാ വിഭാഗങ്ങൾ മന്ദബുദ്ധികളുടെ സാമ്രാജ്യങ്ങളായി എങ്ങനെ മാറി എന്നതിനെ പറ്റി നമ്മുടെ ഒരു അന്വേഷണം ഉണ്ടാകാം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ആത്യന്തികമായി അന്വേഷിക്കുന്ന ഒരു ജീവിയാണ്. അന്വേഷിക്കുന്നതിന്റെ ഫലമായി അനേക കാര്യങ്ങൾ കാലാകാലങ്ങളിൽ അവനെ വെളിപ്പെട്ടു വരും. അതവന്റെ വളർച്ചയുടെ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ വളർച്ചയുടെ ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ മാഹാത്മ്യം നാം കൽപ്പിക്കണം. എല്ലാ വളർച്ചയും ഒരേ മൂലയിൽ മാത്രം ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത് ശരിയല്ല, അത് യുക്തിക്ക് യോജിക്കുന്നതല്ല. അതുകൊണ്ട് മതത്തിന്റെ മേഖലയിൽ വരുമ്പോൾ ഈജിപ്ഷ്യൻ മതമാണെങ്കിലും അസീറിയൻ മതമാണെങ്കിലും പേർഷ്യൻ മതമാണെങ്കിലും ഗ്രീസിലുണ്ടായിരുന്ന മതമാണെങ്കിലും റോമിലുണ്ടായിരുന്ന മതമാണെങ്കിലും
യഹൂദനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ, ഇതൊക്കെയും വിവിധ കാലഘട്ടത്തിൽ മനുഷ്യൻ വെളിച്ചത്തെയും സത്യത്തെയും അന്വേഷിച്ചതിന്റെ ഫലമായി ഉടലെടുത്ത വലിയ മഹനീയമായ ആശയങ്ങളുടെ സംഹിതകളാണ്. അവ പരസ്പരം മത്സരിക്കുന്നവയല്ല. വെളിച്ചത്തിനെതിരെ യുദ്ധം ചെയ്യാറില്ല. വെളിച്ചത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നവൻ മന്ദബുദ്ധിയാണ്. മന്ദബുദ്ധി, അവന് ഭ്രാന്താണ്. എല്ലാറ്റിൽ നിന്നും വെളിച്ചം സ്വീകരിക്കുകയും അന്ധകാരം തിരസ്കരിക്കുകയും ചെയ്യാനുള്ള പക്വത നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഈ ലോകം ഗോതമ്പും കളയും ഒരേ സമയത്ത് തോളോട് തോള് ഒരുമി നിന്ന് വളരുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അത് മതത്തിലായാലും മരുന്നിലായാലും സംസ്കാരത്തിലായാലും രാഷ്ട്രീയത്തിലായാലും നന്മ തിന്മകളുടെ സമാഹാരം അത് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ലോകത്തിൽ നാം വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നന്മ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുകയും തിന്മയെ തിരസ്കരിക്കുകയും ചെയ്യുന്ന പക്വത നാം ആർജിക്കേണ്ടതിന്റെ ആവശ്യം അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രം നന്മയാണ്, മറ്റുള്ളവരെല്ലാം നരകത്തിലേക്ക് പോകുന്നു എന്ന് നാളിതുവരെ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. ഇത് മനുഷ്യത്വമില്ലാത്തൊരു നിലപാടാണ്. ഇത് യേശുവിന്റെ കാഴ്ചപ്പാടിനോട് ഒരു വിധത്തിൽ നിരക്കാൻ സാധ്യമല്ലാത്തതാണ്. യേശു പറഞ്ഞു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ ദൈവരാജ്യത്ത് പ്രവേശിക്കും. കനാന്യ സ്ത്രീയെ പറ്റി പറഞ്ഞു, യെരൂശലേമിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടില്ല. റോമൻ ശതാധിപനെ പറ്റി പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം യഹൂദന്മാരുടെ ഞാൻ കണ്ടില്ല. നല്ല ശബരിയക്കാരന്റെ ഉപമ മറന്നു പോകരുത്. അങ്ങനെ യേശുവിന്റെ ദർശനത്തോട് യാതൊരു നീതിയും പുലർത്താതെ ചില മന്ദബുദ്ധികളുടെ ജൽപ്പനത്തിൽ മാത്രം ജീവിതത്തെ അർപ്പിച്ചുകൊണ്ട് അതുപോലെ നിത്യത പ്രാപിക്കാമെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയുടെ മണ്ടത്തരം ഓർത്ത് ഞെട്ടിപ്പോവുകയാണ്. സത്യമായി നിങ്ങളോട് പറയും. അതുകൊണ്ട് യേശു സത്യത്തിന്റെ രാജാവാണെന്ന് പറയുകയും സത്യത്തെ മനഃപൂർവ്വം തിരസ്കരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ അപലപനീയമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എത്രയും പെട്ടെന്ന് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഹകരിക്കുന്ന എവരോടും